ഹലോ, ഞാൻ ഡോക്ടർ പ്രഭാകർ. ഡയറക്ടർ ഉണ്ടോ? അവിടെ ബിൽഡിംഗ് റിനോവേഷൻ നടക്കുക. അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഓക്കെ സർ. അല്ല സാറ് ഡോക്ടറാണോ? ആ സാറേ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ വയറിന് വല്ലാത്ത പ്രശ്നമാണ്. എന്ത് കഴിച്ചാലും ചുമ്മാ ഔട്ട് ഗോയിങ് ആണെന്നേ. അതിനിപ്പോൾ എന്താ ചെയ്യുക സാറേ? ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഡോക്ടറല്ല. പിന്നെ ജിയോളജിയിൽ PhD എടുത്തപ്പോ കിട്ടിയ ഡോക്ടറേറ്റാ. ഓ, അങ്ങനെയും കിട്ടുമോ? ജിയോളജി എന്ന് വെച്ചാ? അത് സയൻസാ. ഭൂമിക്കടിയിലുള്ള ലോഹങ്ങളെയും മുകളിലുള്ള കല്ലുകളെയും കുറിച്ചുള്ള ഗവേഷണം. എനിക്ക് തലക്കറിയില്ല. അതിവിടെ വെച്ചിട്ട് പോയി. അതെ, സാറിന്റെ പേഴ്സ്. എന്താ അയാളെ കൊന്നോ? കേട്ടപ്പോ തന്നെ നിനക്ക് ഇത്രയും ഷോക്കായെങ്കിൽ കണ്ടു നിന്ന് എന്റെ അവസ്ഥ എന്തായിരിക്കൂടാ? എന്റെ ഹാർട്ട് അടിച്ചു പോയിന്ന് പറഞ്ഞാ മതി. അപ്പൊ രണ്ടാമത്തെ രക്ഷപ്പെട്ടോ? അവൻ വല്ലാത്ത കഷ്ടം തന്നെ. അഭിഷേക് ബച്ചനെ പോലെ ഇരുന്ന ഒരുത്തനാ നിമിഷ നേരം കൊണ്ട് തീർന്നത്. കഥകൾ വല്ലതും പറഞ്ഞു, പക്ഷെ രാജസ്ഥാനിലേക്ക് വന്ന എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. കാറിനൊരു 2 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടും. പക്ഷെ പ്രശ്നം അതല്ല, പണിതെടുക്കാൻ ഒരു 3 ലക്ഷം രൂപയാവും. അപ്പൊ ബാക്കി കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് മാസാമാസം അങ്ങ് പിടിക്കല്ലേ. തരുന്ന 6000 സാറ് 3000 പിടിച്ച പിന്നെ ഞാൻ തോന്നി പറയലടാ, ഒന്ന് അടങ്ങ്. കാറിന്റെ മുകളിലേക്ക് വീണവന്റെ പേര് ദിൽവർ സിംഗ്. അവന്റെ പേരിൽ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. അവന്റെ സ്വന്തം സ്ഥലം രാജസ്ഥാനാ. പേപ്പറൊക്കെ ഞാൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ആ കണ്ടല്ലോ, 5 ലക്ഷം രൂപയുടെ ചെക്ക്. ഇതുകൊണ്ടായി അവന്റെ കെട്ടിയോടൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാനങ്ങ് ചെന്നാം. അവരിന്ന് എനിക്ക് പൈസ എടുത്തു തരാൻ. നീ കാണിക്കുന്ന പോക്കൃത്തിനൊക്കെ ഞാൻ കൂട്ടുവെക്കുന്നില്ലേ? ആ കണക്കിലങ്ങ് പെടുത്തിയാൽ മതി. ഉടനെ തന്നെ രാജസ്ഥാനിൽ ചെന്നാൽ കാശ് വാങ്ങിച്ചിട്ട് വരാൻ നോക്ക്. വായിക്ക് രുചിയോടെ അന്നാണ് ഞാൻ അവസാനമായിട്ട് ആഹാരം കഴിച്ചത്. മരുഭൂമിയിലാണെങ്കിൽ വഴിയും തെറ്റി. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കൊതിച്ചു ഞാൻ. അവസാനം വെള്ളം ഞാൻ മോഷ്ടിച്ചു. ഇതാണ് ഇഷ്ട എന്റെ കഥന കഥ.